Dear students, Environmental Science and Disaster Management എന്നുള്ള സബ്ജക്റ്റിൽ തേർഡ് മൊഡ്യൂളിൽ ഫോർത്ത് പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഓർ EIA. എന്താണ് അതിൻ്റെ നീഡ്, എന്താണ് ഇമ്പോർട്ടൻസ്, എന്താണ് ഓബ്ജക്റ്റീവ്സ്, എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, എന്താണ് EIA എന്ന് പറഞ്ഞാൽ ദിസ് പ്രോസസ് ഇസ് ഓൾസോ കോൾഡ് NEPA പ്രോസസ്. In the National Environmental Policy Act. എന്തിനു വേണ്ടിയിട്ട്? ഇറ്റ്സ് എ പ്ലാനിങ് ടൂൾ വിച്ച് ഹെൽപ്പ് planners in predicting future impacts of different development activities. നമ്മൾ അർബനൈസേഷനോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ് പുതിയതായിട്ടുള്ള കുറേ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്തും എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ഇമ്പാക്ട്സ് എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ്, പ്രഡിക്റ്റ് ചെയ്യുന്നൊരു പ്ലാനിങ് ടൂളാണ് എന്ത് EIA അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവാം, അതിൻ്റെ റിസ്ക്, ഓവറോൾ റിസ്ക് എന്തൊക്കെയാണ് ഓരോ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാവുന്ന, അതുപോലെ തന്നെ എന്തൊക്കെ അഡ്വേഴ്സ് എൻവയോൺമെൻറ്റ് ഇഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ വരുന്നുണ്ട്? EIAയിൽ വരുന്നുണ്ട്. സോ നീഡ് ഓഫ് EIA. എന്താണ് നീഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്. അപ്പോൾ ഈ രണ്ട് കമ്പോണൻസിൻ്റെയും ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കണം, അല്ലേ? അല്ല, ഇതിൻ്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഡ്വേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ് ഉണ്ടായിരിക്കും. സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ ദിസ് ഡൈനാമിക് ഇക്വിലിബ്രിയം. സോ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബയോട്ടിക് കമ്പോണൻസിനും അതുപോലെ തന്നെ അബയോട്ടിക് കമ്പോണൻസിലും എന്തൊക്കെ എഫക്ട്സ് ഉണ്ടാവുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഒരു ബാഡായിട്ടുള്ള അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള ഇഫക്ട്സ് ഈ രണ്ട് കമ്പോണൻസിലും ഇല്ല എന്ന് എൻഷുർ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഏറ്റവും മിനിമൈസ്ഡ് ആയിട്ടുള്ള ഇഫക്ട്സ് വേണം ഈ കമ്പോണൻസിന് ഉണ്ടാവാനായിട്ട്. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ എന്തിലൂടെയാണ് അച്ചീവ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി അച്ചീവ്ഡ് ത്രൂ EIA. സോ നമ്മളൊരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു, അതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബി കണ്ടക്റ്റിംഗ് EIA. സോ എന്താണ്, നമ്മൾ അതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ ബേസിസിലായിരിക്കും ആ പ്രോജക്റ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ അവിടെ എടുക്കുന്നത്. ആൻഡ് ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൻ്റെ കേസാണ് പറയുന്നത്. ഫോറസ്റ്റിന് ആക്ച്വലി ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട്, അല്ലേ? പ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, റെഗുലേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, ആക്സസറി ഫങ്ഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിന് വരുന്നുണ്ട്. ഇറ്റ് വാസ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ഫസ്റ്റ് മൊഡ്യൂൾ, അല്ലേ? ഫോറസ്റ്റ് റിസോഴ്സസ് എന്നുള്ള പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമ്മളൊരു പ്രോജക്റ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ഫോറസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് എന്ത് പ്രോജക്റ്റ് ആയിരിക്കും? ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ആയിരിക്കാം, അല്ലേ? ഡാംസ് വിൽ ബി കൺസ്ട്രക്റ്റഡ് എവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്? നാരോ എഡ്ജസ്, അല്ലേ? ഒരു മൗണ്ടെയിൻ്റെ നാരോ എഡ്ജസിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ അതെന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനൊക്കെ കുറയ്ക്കാനായിട്ടാണ്. സോ മിക്കവാറും ഇങ്ങനെയുള്ള എഡ്ജസ്, നാരോ എഡ്ജസ് ഓഫ് മൗണ്ടെയിൻസ് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഇൻസൈഡ് ദ ഫോറസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മൈനിങ് പ്രോസസ്സ് ആവാം. സോ ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിന് ഹൗ ഇറ്റ് വിൽ ബി എഫക്റ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? EIA യൂസ് ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. സോ ഹിയർ കംസ് ഇമ്പോർട്ടൻസ് ഓഫ് EIA. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും, അല്ലേ? പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് വേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ വിച്ച് പ്ലാൻ വിൽ ബി ഹാവിങ് മിനിമൈസ്ഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ മിനിമൈസ്ഡ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഏത് ഓൾട്ടർനേറ്റീവ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പ്രോജക്റ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് EIA. ഇതിന് ഒരു ഐഡിയൽ EIA സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. സിഗ്നിഫിക്കൻറ്റ് എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ് ഉണ്ടാക്കാൻ പാടില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമ്പയർ ഓൾട്ടർനേറ്റീവ്സ് ടു എ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് കുറേ പ്ലാൻസ് ഉണ്ടായിരിക്കും. സോ അതിൽ ഏത് പ്ലാനാണ് ബെറ്റർ, ഏത് ഓൾട്ടർനേറ്റീവ് ആണ് ബെറ്റർ എന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും.
then result in a clear EIS which conveys the importance. എന്തൊക്കെയാണ് അപ്പോൾ EIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ആഫ്റ്റർ EIA നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന റിപ്പോർട്ടാണ് എന്തെന്ന് പറയുന്നത് EIS എന്ന് പറയുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഏത് എന്താണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ദിസ് ഇസ് ദ തിങ് കണ്ടോ, EIAയുടെ ഐഡിയൽ EIA സിസ്റ്റമാണ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിന് വരുന്നത്? ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും അല്ലേ, ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും അവിടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ദെൻ സെർട്ടനിറ്റി, അതിലെന്താണ് ഒരു അൺസെർട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിനും ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥ അല്ലേ, സെർട്ടനിറ്റി ഉണ്ടായിരിക്കും, ഒരു ഉറപ്പുള്ള അവസ്ഥ ഉണ്ടായിരിക്കും. ദെൻ പാർട്ടിസിപ്പേഷൻ, ഒരുപാട് എക്സ്പേർട്സിൻ്റെ അതിലുണ്ടായിരിക്കും. പ്രാക്ടിക്കബിലിറ്റി അല്ലേ, പ്രാക്ടിക്കലായിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ അവിടെ ചിന്തിക്കുന്നത്. ദെൻ ഫ്ലെക്സിബിലിറ്റി, എന്തൊക്കെ ചേഞ്ചസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഒരുപാട് എക്സ്പെൻസ് ചെയ്തിട്ടല്ല ഇത് ചെയ്യുന്നത്, എന്താ ഇഫക്റ്റീവ് കോസ്റ്റിലായിരിക്കും ഇത് ചെയ്യുന്നത്. ദെൻ ക്രെഡിബിലിറ്റി, അതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാതെ, അതിൻ്റെ മൂല്യമൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് ചെയ്യാം. ദെൻ അക്കൗണ്ടബിലിറ്റി, നമ്മൾ എന്താണ് എല്ലാ കാര്യങ്ങളും അക്കൗണ്ട്സ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. സോ ദിസ് ഇസ് ദ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐഡിയൽ EIA സിസ്റ്റം. കീ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐഡിയൽ EIA സിസ്റ്റം. സോ അതിലെന്താണ്, ഇൻക്ലൂഡ് ബ്രോഡ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. കണ്ടോ, പബ്ലിക് പാർട്ടിസിപ്പേഷൻ അതിൽ നമ്മൾ എൻഷുർ ചെയ്യണം. കാരണം എന്താണ്, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ എവിടെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ അതിൽ നമ്മൾ എൻഷുർ ചെയ്യണം. അതേപോലെ തന്നെ നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് എന്താണ്, എപ്പോഴും ഒരു ടൈമിൻ്റെ ബേസിസിൽ ചെയ്യണം. അപ്പോൾ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു, സോ അതിൻ്റെ ഇത്ര ടൈമിനുള്ളിൽ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രോപ്പർ ഇൻഫർമേഷൻ എല്ലാം യൂസ് ചെയ്യുക, വിത്തിൻ ദ ടൈം ലിമിറ്റ് ചെയ്യണം. ദെൻ ബി എൻഫോഴ്സബിൾ അല്ലേ, ലോൻ്റെ ബേസിസിലായിരിക്കണം ചെയ്യുന്നത്. ദെൻ ഇൻക്ലൂഡ് മോണിറ്ററിങ് ആൻഡ് ഫീഡ്ബാക്ക് പ്രൊസീജിയേഴ്സ്. മോണിറ്ററിങ് ഉണ്ടായിരിക്കണം, നമ്മൾ എന്താണ് ഓരോ ഇൻഫർമേഷൻസ് കിട്ടിയാലും ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണം. ദെൻ ഫീഡ്ബാക്ക് പ്രൊസീജിയേഴ്സ്, ഫീഡ്ബാക്ക് ഓരോ ഇൻഫർമേഷൻസിൻ്റെയും ഫീഡ്ബാക്ക്സ് പ്രോപ്പറായിട്ട് തന്നെ എടുത്തിരിക്കണം. സോ എന്താ ചെയ്യുന്നത്, എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, EIA ഒരു പ്രോജക്ട്സ് ഡിസൈൻ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ നിലനിർത്തിക്കൊണ്ട് EIA is helping us to design projects by examining alternative and remedial measures. അപ്പോൾ നമുക്ക് എന്താണ്, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റെമഡിയൽ മെഷേഴ്സ്. അപ്പോൾ നമുക്ക് എന്താണ്, ഡിഫറെൻറ്റ് പ്ലാൻസ് ഉണ്ട്, അതിൽ ബെസ്റ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ റെമഡിയൽ മെഷേഴ്സ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാനുള്ള മെഷേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനാണ് EIA ഉള്ളത്. ഗോൾസ് ഓഫ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. എന്തൊക്കെയാണ് ഗോൾസ് എന്ന് പറയുന്നത്? സോ നമ്മളിങ്ങനെയെല്ലാം ചെയ്യുന്നു, എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല, പ്രോപ്പറായിട്ട് എന്താണ് നല്ല രീതിയിൽ പ്രോജക്ട്സ് ഡിസൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, പ്രോപ്പറായിട്ടുള്ള ആൾട്ടർനേറ്റീവ് വേസ് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ റെമഡിയൽ മെഷേഴ്സ് കണ്ടുപിടിക്കാൻ, അതിനെല്ലാം EIA ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ടുള്ള അൾട്ടിമേറ്റ് ഗോൾ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി റിസോഴ്സസ് കൺസർവേഷൻ അല്ലേ, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ പ്രോപ്പറായിട്ട് കൺസേർവ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദെൻ വേസ്റ്റ് മിനിമൈസേഷൻ, വേസ്റ്റ് ജനറേഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. റിക്കവറി ബൈ പ്രോഡക്റ്റ്, ഓരോ പ്രോജക്റ്റും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ബൈ പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും. സോ ആ ബൈ പ്രോഡക്ട്സ് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദെൻ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസസ് നടത്താം ആ എക്യുപ്മെൻറ്റ്സിൻ്റെ. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സോ ഇത്രയാണ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്. ദെൻ മെത്തഡോളജി ഓഫ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. എന്താണ് മെത്തഡോളജി എന്ന് പറയുന്നത്? ഒരു EIA എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പ്രൊസീജിയറാണ് അല്ലേ. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി മിനിമൈസിങ് ദ എൻവയോൺമെൻറ്റൽ സൈഡ് എഫക്ട്സ്. എങ്ങനെ മിനിമൈസ് ചെയ്യുന്നത്? നാച്ചുറൽ സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒന്നും റെഡ്യൂസ് ചെയ്യാതെ, എക്കോളജിക്കൽ ബാലൻസ് ഒന്നും ഡിസ്ട്രോയിഡ് ആവാതെയാണ് എന്ത് ചെയ്യുന്നത്, എൻവയോൺമെൻറ്റൽ സൈഡ് എഫക്ട്സ് മിനിമൈസ് ചെയ്യുന്നത്.
സോ ഓരോ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് മേജർ ഏരിയാസിലായിരിക്കും എൻവയോൺമെൻറ്റിൻ്റെ ഡാമേജസ് ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ് എടുക്കാം അല്ലെങ്കിൽ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാം എന്നുള്ള രീതിയിൽ അതെല്ലാം എന്ത് ചെയ്യും ഈ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവസാനം EIS എന്ന് പറഞ്ഞൊരു എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിൽ 4 phases ആണ് മെയിനായിട്ട് വരുന്നത് EIA പ്രോസസ്സിൽ. ഓർഗനൈസിങ് ദ ജോബ്, പെർഫോമിംഗ് ദ അസസ്മെൻറ്റ്, റൈറ്റിംഗ് ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിവ്യൂ ഓഫ് ദി EIS. കണ്ടോ, EIA എന്നുള്ള പ്രോസസ്സിൽ വരുന്ന 4 phases ആണ്. ഫസ്റ്റ് വൺ ഓർഗനൈസിങ് ദ ജോബ് ആണ്. നമുക്ക് ജോബിനെ ഓർഗനൈസ് ചെയ്യാൻ ഓരോന്ന് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഓർഗനൈസിങ് ദ ജോബ് നമ്മൾ എന്ത് ചെയ്യണം, ഈ EIA എന്നുള്ള പ്രോസസ്സ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ടീമിനെ നമുക്ക് EIAക്ക് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്യാം അല്ലേ. അതിൽ ഏതൊക്കെ ആൾക്കാർ വരും, അതിൽ ഗ്രൂപ്പ് ഓഫ് 2 or 3 persons വരും. ആൻഡ് ദീസ് പേഴ്സൺസ് വിൽ ബി ട്രെയിൻഡ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ് വിത്ത് ദ നോളേജ് ഓഫ് കോൺസെപ്റ്റ്സ്, മെത്തേഡ്സ്, ഡാറ്റ ആൻഡ് ടേംസ് റിലേറ്റഡ് ടു ദാറ്റ് സബ്ജക്റ്റ്. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രോജക്റ്റാണ് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പേർട്സ് ഓഫ് പീപ്പിളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ്റർ ഡിസിപ്ലിനറി ടീം എന്ന് പറയുന്നത് ID. ഓക്കെ, സോ അവരെന്ത് ചെയ്യും, ആ ടീമാണ് എന്ത് ചെയ്യുന്നത്, EIA സ്റ്റഡി ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഇമ്പാക്ട്സും എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നത് ഈ ടീമായിരിക്കും. കണ്ടോ, interdisciplinary team in conducting EIA analysis. So this team will be including geologists, agronomists, chemists, agriculturists, ecologists, hydrologists, meteorologists, engineers, scientists, biologists, anthropologists, etc. അങ്ങനെ ഒരുപാട് ട്രെയിൻഡ് ആൻഡ് എക്സ്പേർട്ട് ആയിട്ടുള്ള കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ടീമിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു ടൈം ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്യും. സോ ഈ ടൈം ഷെഡ്യൂളിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, EIA റിപ്പോർട്ട്, ദാറ്റ് ഇസ് എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യണം. സോ ഈ എക്സ്പേർട്സിന് എന്തുണ്ടായിരിക്കണം, എന്താ പറയുക, ആ പ്രോജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, ലിമിറ്റേഷൻസ്, ഗവൺമെൻറ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള പേഴ്സൺസിന് ഈ ID ടീമിലുള്ള പേഴ്സൺസ് അവെയർ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇസ് ദ പെർഫോമൻസ് ഓഫ് ദ അസസ്മെൻറ്റ്. എന്തൊക്കെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്, മെയിനായിട്ട് കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട്. സൈറ്റ് വിസിറ്റ്, എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അവിടെ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, കുറച്ച് സ്റ്റെപ്സ്. സൈറ്റ് വിസിറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ, ഡിസ്കഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. എൻ്റെ സൈറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്ലേസിലാണ് നമ്മൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, എന്ത് ചെയ്യണം, ആ പ്ലേസിനെ ഇൻ്റർ ഡിസിപ്ലിനറി ടീം വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ടാവുന്ന പോസിബിൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, അത് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ആസ് എ റെക്കോർഡ്. ഓക്കെ, അതിന് നമുക്ക് റെക്കോർഡാക്കാം. Then next one is identification and evaluation. So എന്തൊക്കെയാണ് അവിടെ അഡ്വേഴ്സ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇഫക്ട്സും എന്തൊക്കെയാണ് ഈ പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റിൻ്റെ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഇസ് ദ ഡിസ്കഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. സോ നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ട് ABC എന്ന് പറഞ്ഞിട്ട്. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഓരോ പ്ലാനിൻ്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കി. ദെൻ പ്ലാൻ സിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് യൂസ് ചെയ്തിട്ട് വിച്ച് പ്ലാൻ ഇസ് ബെസ്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനെ ഡിസ്കസ് ചെയ്യുക. സോ പ്ലാൻ എയുടെ മെറിറ്റ്സ് ഇങ്ങനെയൊക്കെയാണ്, ഡിമെറിറ്റ്സ് ഇങ്ങനെയൊക്കെയാണ്. സോ അങ്ങനെയുള്ള ഡിസ്കഷനാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രിപ്പറേഷൻ ഓഫ് ചെക്ക് ലിസ്റ്റ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, കംപ്ലീറ്റ് കവറേജ് ഓഫ് ഓൾ ദ പോസിബിൾ കോൺസിക്വൻസസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ആസ് ടു വാട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് ഷുഡ് ബി ടേക്കൺ. അപ്പോൾ ചെക്ക് ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, അതിലെല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യും. പോസിബിൾ ആയിട്ടുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് കോൺസിക്വൻസസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട്
അപ്പോൾ അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് എടുക്കുക. ഓക്കെ, ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഫോർ എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് ഡ്യൂ ടു ദ പ്രോജക്റ്റ്. ഓക്കെ, ആ ചെക്ക് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു അല്ലേ. സോ ആ ചെക്ക് ലിസ്റ്റ് എന്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും? ഇന്നൊരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ഷൻ ചെയ്യുന്നു, അതിൻ്റെ കോൺസിക്വൻസ് നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്താണെന്നുള്ളത് കാണിക്കുന്നുണ്ടാവും. സോ ആ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി ആർ മെഷറിങ് ദാറ്റ്. അപ്പോൾ എത്ര എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആണ് ഓരോ സ്റ്റെപ്സും അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടും അവിടെ അല്ലെങ്കിൽ ഓരോ വേസും പ്ലാൻ എ പ്ലാൻ ബി അതിൽ ഓരോന്നും ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കോൺസിക്വൻസസ് മെഷർ ചെയ്യാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ വരുന്നത്. സോ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് EIA മെത്തഡോളജി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പെർഫോമൻസ് കഴിഞ്ഞു, ഓർഗനൈസ് ചെയ്തു ജോബിന്, പെർഫോമൻസും കഴിഞ്ഞു, അനലൈസിങ് കഴിഞ്ഞു. ഓക്കെ, സോ അപ്പോൾ EIA മെത്തഡോളജി നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എന്തിൻ്റെ ബേസിസിലായിരിക്കും EIA മെത്തഡോളജി? അപ്പോൾ എന്ത് പ്രോജക്റ്റ്, എന്ത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ആണോ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബേസിസിലായിരിക്കും ഏത് EIA മെത്തഡോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അസസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് EIS. ഞാൻ പറഞ്ഞു എന്താണ് EIAയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്? ഇറ്റ് വിൽ ബി ദ പ്രിപ്പറേഷൻ ഓഫ് EIS, എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അറ്റ് ലാസ്റ്റ് എന്തിലായിരുന്നത്? EIS സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിലാണ്. സോ യൂസിങ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, EIS എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ കൺക്ലൂഷൻ ഓഫ് EIA. അതെന്താണ്? ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആണ് EIS എന്ന് പറയുന്നത്. പോളിസീസും ഗോൾസും എല്ലാം എൻഷുർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്രോഗ്രാം കറക്റ്റായി ഓൺഗോയിങ് ആണ് എന്നുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യാണ് ചെയ്യുന്നത് EISലൂടെ ചെയ്യുന്നത്. സോ EIS എന്നുള്ള EIS സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സൈറ്റ്, എവിടെയാണോ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റിൻ്റെ സൈറ്റ് എന്താണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റ്, പേർപ്പസ് ഓഫ് ആക്ഷൻ, അപ്പോൾ അതിൻ്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഏരിയ, എത്ര ഏരിയയിലാണ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ എക്സ്റ്റെൻറ്റ് എന്താണ്, എക്യുപ്മെൻറ്റ്സ്, മാൻ പവർ, മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം EISൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഈ പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റ് കൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള അഡ്വേഴ്സ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, നമുക്കൊരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത അഡ്വേഴ്സ് ഇഫക്ട്സ് എന്തൊക്കെയാണ് ഈ പ്രോജക്റ്റ് കാരണം. ദെൻ ഈ ആക്ടിവിറ്റിയുടെ ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്, അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ അത് ചെയ്യാൻ സാധിക്കുമോ. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റും അവിടെ ഇപ്പോൾ ഒരു ലാൻഡിലായിരിക്കും നമ്മൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ആ ലാൻഡ് ആക്ച്വലി എന്ത് പർപ്പസിനാണ് അവിടെ ഉള്ളത്. സോ നമ്മൾ പ്രസൻ്റ്ലി അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഇന്ന പർപ്പസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണോ, അതും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. അതേപോലെ റിസോഴ്സസിൻ്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ്, ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ. ദെൻ അഡ്വേഴ്സ് ഇഫക്ട്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം, അങ്ങനെ. ദെൻ പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റിന് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനൊരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അഡ്വേഴ്സ് ഇഫക്ട്സ് കുറയ്ക്കാൻ സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഫൈനലി നമ്മൾ എന്താ ചെയ്യുന്നത്, EIS എന്താണ്, it is written in a clear and comprehensive manner and is presented to the public, competent authorities and independent experts. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, EIA കണ്ടക്ട് ചെയ്ത ശേഷം ഈ സ്റ്റെപ്സ്, ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് EIS പ്രിപ്പയർ ചെയ്തു. that EIS will be submitted to the public അല്ലേ. ഫസ്റ്റ് പബ്ലിക്കിനെ പ്രസൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ കോമ്പീറ്റൻറ്റ് അതോറിറ്റീസിന് പ്രസൻറ്റ് ചെയ്യും, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സ്പേർട്സിന് പ്രസൻറ്റ് ചെയ്യും. സോ എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ബേസിസിലായിരിക്കും ആ പ്രപ്പോസ്ഡ് പ്രോജക്റ്റിനുള്ള സാങ്ഷൻസ് കിട്ടുമോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു EIS പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത ശേഷം ചിലപ്പോൾ പബ്ലിക്കിൽ നിന്നുള്ള ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ വരാം. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്പേർട്സ് അതിനെ എതിർക്കും, ചിലപ്പോൾ കോമ്പീറ്റൻറ്റ് അതോറിറ്റീസ് എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ എതിർക്കും. സോ ഇവരുടെ ഭാഗത്തുനിന്നൊന്നും എതിർപ്പുകളില്ലെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വി വിൽ ബി ഗെറ്റിംഗ് സാങ്ഷൻ ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ് പ്രോജക്റ്റ് ഫ്രം ദ ഗവൺമെൻറ്.
ദെൻ റിവ്യൂ ഓഫ് EIS റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യും? ഫസ്റ്റ് ഞാൻ പറഞ്ഞു പബ്ലിക്കിനെ ഇൻഫോം ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് പബ്ലിക്കിലോട്ട് ഇത് എത്തിക്കുന്നത്? പ്രസ്സിലൂടെയോ മീഡിയാസ് യൂസ് ചെയ്തിട്ട് അല്ലെ, ന്യൂസ് പേപ്പേഴ്സിലൂടെയോ അല്ലെങ്കിൽ പ്രസ് മീറ്റിംഗ്സിലൂടെ, എങ്ങനെ മീഡിയാസിലൂടെ നമ്മൾ എന്താ പബ്ലിക്കിനെ അറിയിക്കുക ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വൽ ഈ ഒരു ഇഷ്യൂ കാരണം എഫക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ആ ഒരു പ്രോജക്റ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ് ആണ്, ഒന്ന് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തു എന്ന് മാത്രം. ദെൻ റിവ്യൂ ഓഫ് EIS. അപ്പോൾ ഈ എഫക്റ്റഡ് പേഴ്സൺ, ഞാൻ പറഞ്ഞു ഒരു പേഴ്സൺ പോലും അത് കാരണം ആ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കാരണം എഫക്റ്റഡ് ആവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സോ ഈ പേഴ്സൺസ് എന്ന് പറയുന്നത് എന്തൊക്കെ ടൈപ്പ് ഓഫ് പേഴ്സൺസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബോണഫൈഡ് ലോക്കൽ റെസിഡൻസ്, അവിടെ ലോക്കലായിട്ട് താമസിക്കുന്ന ആൾക്കാർ, ലോക്കൽ അസോസിയേഷൻസ്, അവിടുത്തെ എൻവയോൺമെൻറ്റൽ ഗ്രൂപ്പ്സ്, അങ്ങനെ കുറേ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എല്ലാം ഇതിനെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വിൽ നോട്ട് ബി ഗെറ്റിംഗ് എനി സാങ്ഷൻ ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ് പ്രോജക്റ്റ്. സോ എങ്ങനെ നമുക്കിത് അറിയിക്കാം? ഇപ്പം നമ്മൾ പബ്ലിക്കിനെ അവെയർ ആക്കിയില്ല, പബ്ലിക്കിന് ഇങ്ങനൊരു പ്രൊപ്പോസ്ഡ് EIS സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു, EIS പ്രസൻറ്റ് ചെയ്തു. സോ ഇത് എങ്ങനെ നമുക്ക് പബ്ലിക്കിന് തിരിച്ച് അതിൻ്റെ റെസ്പോൺസസ് തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദി ക്യാൻ മേക്ക് ഓറൽ ഓർ റിട്ടേൺ സജഷൻസ്. ഓക്കെ, ഒരു 1 month പീരീഡാണ് നമ്മൾ പബ്ലിക് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 1 month പ്രൊവൈഡ് ചെയ്യണമെന്നാണ്. സോ വിത്തിൻ ദാറ്റ് 1 month എന്ത് ചെയ്യാം? അവർക്ക് ഓറൽ ആയിട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദിസ് ഈ EISൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫൈനൽ റിവ്യൂ വരുന്നത്. സോ ആഫ്റ്റർ ദ ഫൈനൽ റിവ്യൂ, അഡ്വേഴ്സ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ആൻഡ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഇതെല്ലാം ചെയ്ത ശേഷം ഈ EISൻ്റെ റെസ്പോൺസ് അതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ ചെയ്ത ശേഷമാണ് പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റിൻ്റെ അപ്രൂവൽ കിട്ടുക അല്ലെങ്കിൽ റിജക്ഷൻ എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് EIA. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആയിരിക്കും EIA ചെയ്യുന്നതുകൊണ്ടുള്ള? അപ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവ്സും ഇമ്പോർട്ടൻസ് എല്ലാം നോക്കി. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളൊരു എന്താണ് എല്ലാ കാര്യങ്ങളും അല്ലേ, പ്രോജക്റ്റ് ലെവലിൽ മാത്രമല്ല, നമ്മൾ പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ടൈമിൽ മാത്രമല്ല, അല്ലാത്ത സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ ഏരിയയിലുള്ള പോളിസീസും പ്ലാനിങ്ങും എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രോജക്റ്റ് ലെവലിൽ മാത്രമല്ല നമുക്ക് വർക്ക് വരുന്നത്, EIA ലെവലിലും വരുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ റേഞ്ച് ഓഫ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പ്ലാനിൻ്റെ ബേസിസിൽ മാത്രം ഒരിക്കലും നമുക്ക് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. വി ഹാവ് ടു ഫൈൻഡ് ഡിഫറെൻറ്റ് വേസ് ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ് പ്രോജക്റ്റ്. അതേപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ആണെന്നുള്ളത് എന്താണ്? അപ്പോൾ ഒരു EIA കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രോജക്റ്റിനും അനുസരിച്ചിട്ട് EIAയുടെ മെത്തഡോളജി വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ അതിനൊരു ക്രൈറ്റീരിയം പറയുന്നില്ല, ഇന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോജക്റ്റ്. അപ്പോൾ ചില സിറ്റുവേഷനിൽ എന്താണ്, നമുക്ക് അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് വരുന്നത്. ഇപ്പോൾ പ്രോജക്റ്റിന് വേണ്ടി മാറ്റിവെച്ച പൈസ ആയിരിക്കും, പക്ഷെ ദാറ്റ് എമൗണ്ട് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ കണ്ടക്ടിങ് EIA. അതേപോലെ തന്നെ ചില സമയത്ത് ഇൻഡെപ്ത് ആയിട്ട് EIA ആവശ്യമില്ലാത്ത പ്രോജക്ട്സ് തന്നെ ആയിരിക്കും, പക്ഷെ എന്താണ്, ആസ് എ റൂൾ നമ്മൾ എന്ത് ചെയ്യണം? EIA കണ്ടക്ട് ചെയ്തിരിക്കണം. ദെൻ അതേപോലെ കോംപ്രഹെൻസീവ് എൻവയോൺമെൻറ്റ് ഇൻഫർമേഷൻ ബേസ്, ലിമിറ്റേഷൻ ഓഫ് ടൈം, മാൻ പവർ, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇതെല്ലാം വരുന്ന സമയത്ത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് EIA എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ബേസ് ഉണ്ടായിരിക്കണം. എൻവയോൺമെൻറ്റിനെ കുറിച്ച് ടൈം ബുദ്ധിമുട്ടാണ് അല്ലേ, ടൈം നമുക്ക് എന്താ വളരെ കുറച്ച് ടൈമെങ്കിൽ അതിന് EIAയും കൂടി കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട്. ദെൻ മാൻ പവർ കൂടുതൽ വേണം, ഫിനാൻഷ്യൽ റിസോഴ്സസ് കൂടുതൽ വേണം. സോ ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, EIA ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാം. ദെൻ അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മെത്തഡോളജീസ് നമുക്ക് ആവശ്യമാണ് ഈ EIA ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ദെൻ ഈ EIA റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു അക്കാഡമിക്, ബ്യൂറോക്രാറ്റിക്, ലെങ്തി, അങ്ങനെ കുറേ കളക്റ്റഡ് ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്യണം. ഡാറ്റ അനാലിസിസ് വേണ്ടി വരും, ഇൻ്റർപ്രിട്ടേഷൻ, എൻവയോൺമെൻറ്റൽ ഇംപ്ലിക്കേഷൻസ്, ഇങ്ങനെയെല്ലാം ചേർന്നിട്ടുള്ളൊരു റിപ്പോർട്ടാണ് EIA റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു പ്രിപ്പയർ. ദെൻ വേറൊരു മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ
ഡ്യൂറിങ് എ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് അല്ലേ, ഒരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്ത സമയത്താണ് നമ്മൾ EIA ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ആഫ്റ്റർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രോജക്റ്റ് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ഒരിക്കലും ആരും എന്ത് ചെയ്യാറില്ല, ഫോളോ അപ്പ് ചെയ്യാറില്ല. സോ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ ഓഫ് EIA. ദെൻ എൻവയോൺമെൻറ്റൽ ഇൻ്റർവെൻഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇതെല്ലാം ചെക്ക് ചെയ്തു എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന്. പക്ഷേ ഈ ചെക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, സോ എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാനായിട്ട് പുതിയ സ്ട്രാറ്റജീസ് ഒന്നും അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. ദെൻ ഈ ബൈ പ്രോഡക്റ്റ് റിക്കവറി, ഇംപ്രൂവ്മെൻറ്റ് ഇൻ എഫിഷ്യൻസി ഓഫ് എക്യുപ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതുപോലെ റിസോഴ്സ് കൺസർവേഷൻ, വേസ്റ്റ് മിനിമൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒന്നും EIAയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. ദെൻ റോൾ ഓഫ് EIA ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് മൊഡ്യൂൾ. സോ ഈ EIAയിലൂടെ നമ്മൾ എന്താ വേസ്റ്റ് മിനിമൈസേഷൻ, റീയൂട്ടിലൈസേഷൻ ഓഫ് ബൈ പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടോ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ പ്രസൻറ്റ് ജനറേഷൻ്റെ വേസ്റ്റ് മിനിമൈസേഷനൊക്കെ ചെയ്യുന്നതോടുകൂടി ഫ്യൂച്ചർ ജനറേഷൻസിൽ വരുന്ന സമയത്ത് അവർക്കുള്ള നാച്ചുറൽ റിസോഴ്സസ് എല്ലാം നമ്മൾ കൺസേർവ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാത്ത നാച്ചുറൽ റിസോഴ്സസിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ EIA ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. സോ അൺകൺട്രോൾഡ് എക്സ്പ്ലോയിറ്റേഷൻ എന്തിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് EIAൻ്റെ ഭാഗമായിട്ട്, ഇറ്റ് ഇസ് ഷിഫ്റ്റിംഗ് ടു എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. സോ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട് വിത്ത് EIA, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, ബട്ട് വിത്ത് മിനിമം എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്. എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ EIA എന്നുള്ള പാർട്ടിൽ നമുക്ക് വരുന്നത്, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.